പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 97 റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുല്ലേ. രാവിലെ തന്നെ പറയുന്നത് ലക്ഷ്മി അനുമോളും കൂടെ സംസാരിക്കുകയാണ്. ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അനുമോളോട്, അല്ല ഇന്നലെ എന്തിനാണ് പെട്ടെന്നൊരു ഷൗട്ടിങ്ങിലേക്ക് പോയത്, നിങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, അത് പിന്നെ ശൈത്യക്ക് സൈബർ അറ്റാക്കിങ് വന്നു എന്നോ കട്ടപ്പ എന്ന് വിളിച്ചു എന്നോ അവളോട് അങ്ങനെ ഒരു ഫ്രണ്ട്സ് ആർക്കും ഉണ്ടാവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സൈബർ ബുള്ളിങ് വരുന്നു എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ഒരു പ്രശ്നമാണോ, ഇതൊക്കെ ഞാൻ എത്രയോ കേട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത്. എപ്പിസോഡിൽ ലാസ്റ്റിലേക്ക് എടുത്തു പോയാൽ അനുമോള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാവരും എന്ത് വിചാരിക്കും. ഇന്നലത്തെ എപ്പിസോഡിലായാലും അനുമോള് ശൈത്യയോട് പറയണ്ടായിരുന്നു, ശൈത്യ അങ്ങനെ സൈബർ ബുള്ളിങ് നേരിടുന്നു, എന്നെ മാത്രമല്ല എൻ്റെ അച്ഛനെ അമ്മനെ ഒക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോഴും അനുമോൾ പറഞ്ഞൊരു വാക്കുണ്ട്, നീ ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ട്, പിന്നെ നീ ബാക്കി വരുന്ന കമൻറ്റുകളും ഇതൊക്കെ നീ എന്തിനാണ് ശ്രദ്ധിക്കേണ്ട ആവശ്യം, നീ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, പിന്നെ നമുക്ക് എന്താണ് എന്നുള്ള രീതിയിലായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിനൊക്കെ മറുപടി ആയിട്ടാണോ ഇന്ന് അനുമോളുടെ വായിൽ നിന്ന് തന്നെ അനുമോൾ പറയണ്, എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കി ഞാനൊരു പെൺകൊച്ചല്ലേ, പുറത്തുള്ളവർ എന്ത് വിചാരിക്കും എന്നതായിരുന്നു അനുമോളുടെ ചോദ്യം. അപ്പോൾ അവർക്ക് വന്നാൽ അത് നേരിടണം, അതെന്താ കാണുന്നത്, അതേ സംഭവം തന്നെ അനുമോൾക്ക് ചെയ്താൽ പോരെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കാര്യത്തിൻ്റെ ഇടയിൽ തന്നെ ആദില പറഞ്ഞിട്ട് പോയ കാര്യം ആദിലക്ക് അവിടെ തീർത്തിട്ട് പോയാൽ മതിയായിരുന്നു. അതിലിപ്പോൾ പി ആറിൻ്റെ എന്ന് പറഞ്ഞ് പി ആറിൻ്റെ അല്ല ചേച്ചിയുടെ നമ്പറാണെന്ന് തിരുത്തി അക്ബറിനോട് പറഞ്ഞു എന്ന് പറയുന്നു. ഈ ആദിലക്ക് അത് പറഞ്ഞ് അവിടെ തീർത്തിട്ട് പുറത്തേക്ക് പോയാൽ മതിയായിരുന്നു, അല്ലാണ്ട് പറയാതിരിക്കാമായിരുന്നു. സോ ആദില നൂറനെ അവിടെ ഇട്ട് കൊടുത്തിട്ട് പോയി എന്ന് പറയണ പോലെയാണ് തോന്നുന്നത്. കാരണം ആദിലക്കറിയാം ആദില പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നൂറയാണ് അവിടെ പെടുന്നത് എന്നറിയാം. സോ ഇന്നൊരു എവിക്ഷൻ നടക്കുന്നുണ്ട്, ആരാ പുറത്തു പോകാമെന്ന് അറിയില്ല. നൂറയാണ് പുറത്ത് പോകുന്നതെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. നൂറയ്ക്ക് എന്തായാലും പുറത്തിറങ്ങിയാൽ സൈബർ അറ്റാക്കിങ് കിട്ടും. അപ്പം പിന്നെ നേരത്തെ വന്ന് എല്ലാം ഒന്ന് റെഡിയാവുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലെ പിന്നെ നൂറ ചെയ്ത ഒരു കാര്യം, പേപ്പർ ആ ടിഷ്യൂ പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം അപ്പം അവർ പറഞ്ഞത് മാറ്റമൊന്നുമില്ലല്ലോ. പിന്നെ ആ പറഞ്ഞ കാര്യം ശരിയാണോ എന്നാണ് തെളിവ് വേണ്ടത്. അവർ പറഞ്ഞു ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത് എന്ന് പറഞ്ഞു. ഇന്നലെ പ്രശ്നം ഉണ്ടാവുമ്പോഴും അനുമോള് പോയി ചോദിക്കുമ്പോഴും നൂറ പറയുന്നുണ്ട്, ആ നിന്റെ ചേച്ചിയുടെ നമ്പർ തന്നെയാണ് തന്നത്, അതിനിപ്പോൾ എന്താ നമ്പർ ഇപ്പം എൻ്റെ അടുത്തില്ല, ഡസ്റ്റ്ബിന്നിലിട്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇനി ഉണ്ടെങ്കിൽ പോയി നോക്കിയോ എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ആ നമ്പർ കയ്യിലുണ്ടെങ്കിലും അതങ്ങോട്ട് കാണിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ഒന്നും ആവാൻ പോണില്ല. കാരണം അവർ അക്ബറിനോട് നിവിൻ വന്ന് അനുമോളുടെ അടുത്ത് നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടോ ഇതുപോലെയാണ് എഴുതിയത്. അക്ബറും പറയുന്നത് ഫോൺ നമ്പർ അല്ല ഇവിടെ ഇഷ്യൂ, അതിൽ പറഞ്ഞ കാര്യമാണ്, അക്ബറിനെ കരിവാരി തേക്കുക എന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് തെളിയേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. നൂറ വെള്ള കളർ പേപ്പർ പോലെ തന്നെയാണ് തോന്നിയത്, ടിഷ്യൂ പേപ്പർ പോലെ തന്നെ തോന്നുന്നത്, എടുത്ത് കയ്യിൽ ചുറ്റിപ്പിടിച്ച് പുറത്തേക്ക് പോകുന്നത് കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ, നമുക്ക് അറിയേണ്ടത് ആ ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ്, അങ്ങനെ വേണം പറയാൻ. പിന്നെ ഇന്നലെ ഉണ്ടായ ഇഷ്യൂ അത് അനുമോളായിട്ട് എടുത്ത് പൊക്കിക്കൊണ്ടുവന്ന ഇഷ്യൂ ആണ്. എന്നിട്ട് അനുമോൾ എന്നെ പറയുന്നു, അനുമോൾ എന്നെ കരയുന്നു. ഇപ്പം അക്ബർ പറയേണ്ടത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നൂറ പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്കറിയില്ല, അത് അവളും നീയുമായിട്ട് സംസാരിച്ച കാര്യമാണ്, അതിലെന്തിനാണ് എന്നെ വലിച്ചിടുന്നത്, എന്നെ വെറുതെ വിട്ടൂടെ, അത് അവളുമായിട്ട് നീ സംസാരിച്ചൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പം അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, ഞാനല്ലേ ഇന്നലെ നിന്നെ വിളിച്ചത് സംസാരിക്കാൻ, അപ്പം നീ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഇപ്പം മൂടില്ല എന്നും പറഞ്ഞിട്ട് നീ പോയല്ലോ, അപ്പം അവൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് സംസാരിച്ച് തീർക്കാമായിരുന്നല്ലോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ആ അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എനിക്ക് എന്നൊക്കെ മോള് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ആരാണ് ഫേക്ക് ആരാണ് സത്യം ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും ഓരോ മുഖം മൂടി വെച്ചിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. എല്ലാവരും ഗെയിമിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. ഒരു കപ്പിനും ഒരു 50 ലക്ഷം രൂപക്കും വേണ്ടിയിട്ട് പരമാവധി എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം എല്ലാവരും അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ഇത്രയും ചീപ്പായിട്ട് ഒന്നും പാതിൽ ചെയ്തതാണ് ചീപ്പ് എങ്കിലും അനുമോള് ചെയ്തതാണ് ചീപ്പെങ്കിലും
ഇത്ര എക്സ്ട്രീം ലെവലിലേക്ക് പോകണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ആരും നല്ലവരല്ല. ഈ ആദില നൂറ ആയാലും അനുമോളായാലും അക്ബർ ആയാലും എല്ലാവർക്കും എല്ലാവരുടേതായ നെഗറ്റീവ് സൈഡുകളുണ്ട്. എല്ലാവരും ഫേക്ക് പേഴ്സൺസ് ആണ്. സോ ഇതൊക്കെ വെച്ചിട്ട് ഒരാളെ നമുക്ക് ഇത് ചെയ്യാനും പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കുറച്ച് എന്താ പറയുക, ഒന്നും അറിയാത്ത രീതിയിൽ എനിക്കൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലുള്ളത് അവിടെ ഒരു ഷാനവാസായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. കാരണം ഷാനവാസ് ഒന്നും അറിയുന്നില്ല. ഷാനവാസ് ഇപ്പോഴും അനുമോളോട് പോയി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നൂറ സംസാരിച്ചു സംഭവം അതിൻ്റെ അകത്തുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എത്രത്തോളം എക്സ്ട്രീം ആയിട്ടാണ് അവർ കിടന്നേക്കണേ എന്നൊന്നും ഷാനവാസിന് അറിയുന്നില്ല. ഷാനവാസിന് എനിക്ക് തോന്നുന്നു കൂടുതലും ഇവരോട് ഇഷ്ടക്കേടുണ്ടായത് അതൊരു സംഭവത്തിന്, ഈ ഇപ്പോൾ ഷാനവാസ് പറഞ്ഞ കാര്യത്തിന് ഒരു വില കൊടുത്തില്ല മോർണിംഗ് ടാസ്കിൽ അവിടെ. പിന്നെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അക്ബറിനോട് അവർ ഒരുപാട് ക്ലോസ് ആയിട്ട് പെരുമാറുന്നതും ഷാനവാസിന് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല, അതുകൊണ്ടുമാണ് അവരോട് മിണ്ടാത്തത് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. സോ അനുമോളോട് ചോദിക്കുന്നുണ്ട്, നൂറയോട് മിണ്ടുകയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പുറത്തു നിന്ന് വന്നവർ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു കൂട്ടി കൊടുത്തിരിക്കുകയാണ്, ഇത്ര നാൾ കൂടെ നിന്ന് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണോ പോണത് എന്നുള്ള രീതിയിൽ അനുമോൾ ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിൻ്റെ കാര്യം, ഇത്രയും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അനീഷ് അവിടെ ഇടപെട്ടില്ല എന്ന് ഒരു ഇത്. അനീഷ് ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ, അത് അവർ തമ്മിൽ പേഴ്സണലായിട്ട് ഈ പറഞ്ഞ പോലെ എപ്പോഴും മൈക്ക് മാറ്റി വെക്കലും സംസാരിക്കലും തന്നെയാണ്. ഈ ഡ്രസ്സിങ് റൂമിലൊക്കെ എന്തോരം നേരം ഇവരൊക്കെ പോയിരിക്കുന്നത്, ലൈവ് കാണുന്നവരൊക്കെ അറിയാം. ഡ്രസ്സിങ് റൂമിലാണ് മിക്ക ടൈമും ഈ ആദില, അനുമോള്, നൂറ അവരൊക്കെ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആർക്കും ഇതൊന്നും പറയാൻ പറ്റില്ല. ഇത് അവിടെയുള്ള ആൾക്കാരും കാണുന്നവരാണല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ബെസ്റ്റ് ഫ്രണ്ടായി നടന്ന ആൾക്കാർ അവരാണ് പറഞ്ഞത് ഇങ്ങനൊരു അലിഗേഷൻ. അപ്പം അവരത് വിശ്വസിക്കും. കാരണം ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇവരാണ് രഹസ്യങ്ങൾ പറയാറ്, മൈക്ക് മാറ്റി പറയുന്നവരാണ് എന്നെല്ലാം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലാലേട്ടൻ വന്നിട്ടായാലും മൈക്ക് മാറ്റുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്ബർ പറയുന്നുണ്ട്, ഈ അനുമോൾ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ എന്നോട് മിണ്ടാത്തത്, ആദില നൂറ എൻ്റെ അടുത്ത് മിണ്ടാത്തത്. ആദ്യ സമയങ്ങളിലൊക്കെ നന്നായി സംസാരിച്ചു നിന്നതാണ് എന്നോട്, ഇപ്പോഴാണ് അവർ മിണ്ടാതായത്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ ഷാനവാസിന് ഇതിലൊരു പങ്കുണ്ട്. കാരണം ലാലേട്ടൻ വരെ പറഞ്ഞാണല്ലോ അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ മിണ്ടാത്തത് എന്ന് ചോദിച്ചതല്ലേ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയതാണ് എന്നുള്ള രീതിയിലൊക്കെ അക്ബറിൻ്റെ ഭാഗങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂ ആരാ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, ഈ ഇഷ്യൂ അവിടെ ആദില ഒന്നും പുകച്ചിട്ടിട്ട് പോയി. പക്ഷേ ബോംബായിട്ട് പൊട്ടിയത് അനുമോളാണ് എടുത്തു കൊണ്ടുവന്ന് സ്വയം പൊട്ടിക്കുക എന്നുള്ള രീതിയിൽ അനുമോൾ എടുത്തു കൊണ്ടുവന്ന് പൊട്ടിച്ച പോലെയാണ്. കാരണം അക്ബർ പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കേണ്ട, ആ കേസ് ഞാൻ വിട്ടു, ഇന്നലെ സംസാരിക്കാൻ വിളിച്ചു വന്നില്ല, പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് അക്ബർ പറയുന്നുണ്ട്. നൂറയും പറയുന്നുണ്ട് ഇത് ഞാനല്ല, ഇത് നീയും അവളുമായിട്ടുള്ള വിഷയമാണ്, അതായത് അനുമോളും ആദിലയുമായിട്ടുള്ള വിഷയമാണ്, അതിൽ എന്നെ എടുത്ത് ഇടണ്ട, എൻ്റെ പാട്ടിനെ വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോളാണ് അത് വിടാതിങ്ങനെ പിടിച്ച് സ്വന്തം പറയുന്നു, സ്വന്തം കരയുന്നു, സ്വന്തം പ്രാകുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. പിന്നെ ശിവാംഗി കൃഷ്ണ വന്നിട്ട് ഉണ്ടായിരുന്ന കുറച്ച് പാട്ടുകൾ, അത് നല്ല മൂമെൻ്റ് ആയിരുന്നു. കാരണം ഒരുപാട് പേര് പാട്ട് കേട്ട്, രേണു സുധിയൊക്കെ അടിപൊളിയായി പാടുന്നുണ്ടായിരുന്നു, നിവീൻ പാടുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ സരിക പാടി, അക്ബറിൻ്റെ പാരഡി അല്ലാത്ത നല്ല പാട്ടുകൾ കേട്ടു എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, ആദില പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. അത് തന്നെയാണ് നമുക്കും കൺഫ്യൂഷൻ, സത്യമാണോ നുണയാണോ എന്നുള്ളത്. പക്ഷേ ആദില ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ, യൂട്യൂബ് ചാനലിലുണ്ട്, ആദില നൂറയുടെ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, ഫോൺ നമ്പർ എഴുതി തന്നത് ബെഡ്റൂമിൽ നിന്നാണ്, പക്ഷേ ഇത് സംസാരിച്ചത് ഡ്രസ്സിംഗ് റൂമിൽ നിന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതിലേക്ക് അതിനകത്ത് നിന്ന് തന്നെ പറഞ്ഞ് തീർക്കായിരുന്നു. പക്ഷേ പറഞ്ഞ് തീർക്കാൻ നിന്ന് കൊടുത്തില്ല. ഈ പറഞ്ഞ പോലെ അനുമോളുടെ ഒരു കാര്യം അറിയാലോ, ഒരാൾ സംസാരിക്കണം എന്ന് വിളിച്ചാൽ അനുമോൾ പോവാറില്ല, എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടാറാണ് പതിവ്. അതേപോലെ തന്നെയാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. അനുമോൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നൂറ സെയിം, അനുമോൾ ചെയ്യുന്ന കാര്യം സെയിം നൂറയും ചെയ്തു, എനിക്ക് സംസാരിക്കണ്ട. നൂറ ഒന്നും കൂടെ പറയേണ്ടി ഇതെൻ്റെ ഇഷ്യൂ അല്ല,
ഇത് അവളും നീയും കൂടെ ഉള്ളതാണ്, നിങ്ങളാണ് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ നൂറക്ക് അറിയാമെന്ന് പറഞ്ഞാൽ നൂറ പറയുന്നത് നൂറ ഉണ്ടായിരുന്നില്ല, നീ അവളാണ് സംസാരിച്ച് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ അവിടെ ഒന്നും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല. അനുമോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ അതന്നെ തിരിച്ച് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ അനുമോളുടെ കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്, ആരാ ഇഷ്ടം എല്ലാവരും അവരവരെ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് ബ്ലൈൻഡ് ഫാനായിട്ട് ഇരിക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കണോ എന്ന് എനിക്ക് അറിയില്ല. മാത്രം നോക്കിക്കാണാതെ എല്ലാവരെയും നോക്കി കാണുക എന്നേ പറയാനുള്ളൂ. ഒരാൾ ചെയ്യുന്ന കാര്യം തന്നെ ഒരാൾ ചെയ്യുമ്പോൾ അത് നല്ല കാര്യം, ഇപ്പുറത്തെ ഒരാൾ ചെയ്യുമ്പോൾ അത് മോശം കാര്യവും ആവുന്നതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അനുമോൾ ചെയ്യുന്ന കാര്യമാണ് ഒരാൾ സംസാരിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്തോരം വിളിച്ചാലും പോവാത്ത ആളാണ്. സോ അതൊക്കെ തിരിച്ച് വരുമ്പോൾ എന്തുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല എന്നൊരു ചോദ്യം വന്നാൽ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അപ്പോൾ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൽ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അത് നമുക്ക് പിന്നെ ഉണ്ടായിരുന്നത് ഒരു മിറർ ടാസ്ക് ആണ്. അത് അക്ബറിൻ്റെയും അനീഷിൻ്റെയാണ് കഴിഞ്ഞിരിക്കുന്നത്, മറ്റാരുടെയും കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്നുണ്ടാവും അതിൻ്റെ ബാക്കി. ഇന്നൊരു എവിക്ഷനും നടക്കുന്നുണ്ട്, ആരാ പുറത്തു പോകുന്നതെന്ന് അറിയില്ല. സോ നൂറ പുറത്തു പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അകത്തിരുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു ഇഷ്യൂ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയത്തില്ല ആരാ പോണേന്ന്. എന്തായാലും എപ്പിസോഡിലേക്ക് വന്നാൽ ഫസ്റ്റ് സീന് കാണിക്കുന്നത് ലക്ഷ്മി അനുമോളും തമ്മിൽ സംസാരിക്കുന്നതാണ്. സൈബർ അറ്റാക്കിങ് ഷൈത്തേക്ക് ഉണ്ടായത്, എന്നാൽ എന്തുകൊണ്ട് ഷൗട്ടിങ് ചെയ്തു എന്നൊക്കെ ലക്ഷ്മി ചോദിക്കുമ്പോൾ സൈബർ അറ്റാക്കിങ് ഉണ്ടായിരുന്നു, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതായി എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ മറുപടി പറയുന്നതാണ് കണ്ടത്. അതിനുശേഷം പിന്നെ ആര്യൻ അക്ബർ അനുമോൾ അവർ കിച്ചണിൽ നിന്നിട്ട് സംസാരിക്കുകയാണ്. ആര്യൻ പറയുന്നുണ്ട് അനുമോൾ മാത്രമാണ് ഇവിടെ ക്യാപ്റ്റൻ ആവാത്തത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അനുമോളുടെ തിരിച്ചുള്ള മറുപടി, അനുമോൾക്ക് എല്ലാവരെയും പുച്ഛാണ്, അതാണ് സത്യം, എല്ലാവരെയും പുച്ഛമാണ്. അനുമോൾ പറയുന്നുണ്ട് ഇവിടെ നൂറ പോലും ക്യാപ്റ്റനായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അക്ബർ ചോദിക്കുന്നുണ്ട് അതെന്താ നൂറ പോലും, അതെന്താ നൂറ ഡിസേർവിങ് അല്ലേ ക്യാപ്റ്റൻ ആവാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ അനുമോളുടെ മറുപടി നിങ്ങൾ വളച്ചൊടിക്കണ്ട. പിന്നെ ആ വളച്ചൊടിക്കണ്ട പറഞ്ഞാലും ആ അനുമോൾ പറഞ്ഞ ടോണിൽ എന്താ തോന്നുന്നത്? അനുമോൾ പറഞ്ഞ ടോണിൽ എനിക്കും തോന്നിയത് പുച്ഛമാണ്. നൂറനെ ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നൂറ ടിക്കറ്റ് ഫിനാലെ നല്ലതായി കളിച്ചത് കൊണ്ടാണ് ക്യാപ്റ്റൻ ആക്കിയത്, അത് ലാലേട്ടൻ ക്യാപ്റ്റൻ ആക്കിയതല്ലേ, നമ്മൾ ക്യാപ്റ്റൻ ആക്കിയില്ലല്ലോ എന്നാണ് അനുവിൻ്റെ സംസാരം. അതങ്ങനെ കളിച്ചത് കൊണ്ടാണ് ലാലേട്ടനും ഒന്നും മിണ്ടാതിരുന്നത്. സോ എല്ലാവരും പുച്ഛിക്കാതിരിക്കുക, എല്ലാവർക്കും എല്ലാവരുടേതായ കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പുച്ഛമാണ് മൊത്തം എല്ലാവരെയും. അപ്പോൾ അതിനുശേഷമാണ് അനീഷിൻ്റെ മിറർ ടാസ്ക് വന്നത്. അനീഷ് പോയി സംസാരിക്കുന്നുണ്ട്. അതായത് മിറർ ടാസ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, കഴിഞ്ഞ സീസണുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു മിററിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് അനീഷിന് തന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നതായിരുന്നു മിറർ ടാസ്ക്. അതിനുശേഷം പിന്നെ ഷാനവാസ് വന്നിട്ട് അനുമോളോട് ചോദിക്കുകയാണ് നൂറ പിന്നെ സംസാരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അനുമോൾ പറയുന്നുണ്ട് ഇല്ല, നൂറ സംസാരിച്ചിട്ടില്ല, പുറത്തുനിന്ന് വന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് വിശ്വസിച്ചിട്ട് ഇരിക്കുകയാണ്, ഇത്ര നാൾ കൂടെ നിന്ന് എന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഷാനവാസിനെ കണ്ടിട്ട് എന്താ തോന്നണമെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ, എന്താ കളി അറിയാതെ ആട്ടം കാണുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയാണ് എനിക്കിവിടെ ഷാനവാസിനെ കാണുമ്പോൾ തോന്നുന്നത്. എന്നിട്ട് പിന്നെ ഷാനവാസിനോട് പറയുന്നുണ്ടായിരുന്നു ആര്യനോ അക്ബറും അവരൊക്കെ ആ കിച്ചണിൽ നിന്ന് സംസാരിച്ചുള്ളൂ, ക്യാപ്റ്റൻ ആയിട്ടില്ല, നൂറ പോലും ആയി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും അക്ബർ അതിനെ വളച്ചൊടിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിനോട് പറയുന്നുണ്ട് അനുമോൾ. അതുപോലെ തന്നെ അനുമോൾ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ട സമയത്ത് പുറത്താണ് എല്ലാവരും ഇരിക്കുമ്പോൾ അനുമോൾ സംസാരിക്കുന്നുണ്ട് മസ്താനിയോടും, ഞാനിവിടെ വരാനേ പാടില്ലാത്ത ഒരാളായിരുന്നു, വെറുതെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മസ്താനി പറയുന്നുണ്ട് എന്നാൽ പിന്നെ അതേ തുറന്നിട്ട് തരും ഇപ്പോൾ പൊയ്ക്കോന്ന് പറയുമ്പോൾ അല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് ജിഷിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അനുമോൾ പറയുകയാണ് പിണങ്ങുമ്പോൾ അവൾ ഇങ്ങനെ തന്നെ ഓരോന്നും വിളിച്ച് പറയും, അതിൽ ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, എന്തിനാണ് ഒരു പെൺകുട്ടിയല്ലേ ഞാൻ, എൻ്റെ ജീവിതം എന്തിനാണ് പുറത്തുള്ള ആൾക്കാരെ എങ്ങനെ എന്നെ വിചാരിക്കുക. അപ്പോൾ ജിഷിൻ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞോ, നീ നമ്പർ കൊടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ
അനുമോള് പറയുന്നുണ്ട്, ഞാൻ നമ്പർ കൊടുത്തു, അതെൻ്റെ ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത്, അത് അവരുടെ അടുത്ത് ഉണ്ടാവും, അവർ കളഞ്ഞു എന്ന് പറയുന്നു. അവർ കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ നമ്പറും എൻ്റെ അടുത്ത് തന്നിട്ടുണ്ട്, ആ നമ്പറും എൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശരത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല ചെയ്തത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അക്ബറിനെ ഇതാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പുറത്ത് പോയിട്ട് ഫോൺ വിളിക്ക് ചേച്ചീനെ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ശരത്ത് ഇരുന്ന് പറയുന്നുണ്ട്, ഞാനും കൂടെ ഉള്ളപ്പോഴാണ് അക്ബറിനോട് ആദില വന്നിട്ട് ഇത് സംസാരിച്ചത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ആദില സംസാരിച്ചത്, നീ PR-ന്റെ നമ്പർ കൊടുത്തു. അക്ബറിന് ഒരുപാട് ഇവിടെ ഇത് കിട്ടുന്നുണ്ട്, പ്രിവിലേജസ് കിട്ടുന്നുണ്ട്, സോ അതിന് കരിവാരിത്തേക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പുറത്തുനിന്ന് നിവിൻ വന്ന് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞോ അക്ബറിനെ കരിവാരിത്തേക്കാൻ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇതിനകത്ത് പറയും അക്ബറിന് വൈറ്റ് വാഷിംഗ് ഉണ്ട് ഇവിടെ എന്നൊക്കെ ഇതിനകത്ത് പറയുന്നില്ലാണ്ട് വീട്ടിൽ വിളിച്ച് സംസാരിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ PR-നോട് എന്തെങ്കിലും പറയണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയും, എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് പോണതെന്ന് നമുക്കറിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്ന് അനുമോൾ പറയുന്നു. അനുമോളിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ആൾ തന്നെയാണ് അനുമോളെയും വിശ്വസിക്കാൻ പറ്റില്ല, പറയാത്ത കാര്യങ്ങൾ പറയുന്ന ആളാണ്. അപ്പോൾ അതിലെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ആളാണ്. സോ അതിലേനെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ അനുമോളുടെ കുറച്ച് ശാപങ്ങളൊക്കെയാണ്, അവൾ അങ്ങനെ ചെയ്താൽ അവൾ അനുഭവിക്കും, അവൾ എന്തിനാണ് ഒരു പെൺകുട്ടിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കുറേ സംസാരങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പോൾ ശരത്ത് അക്ബറിനെ വിളിക്കുന്നുണ്ട് സംസാരിക്കാൻ. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഇന്നലെ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ, അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് സംസാരിക്കേണ്ട ആ കാര്യം ഞാൻ അവിടെ വിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശരത്ത് ചോദിക്കുന്നുണ്ട്, ഇതാരാ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, ഇതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാവരും അത് വിട്ടിരുന്ന വിഷയമല്ലേ, അതിലെ പോകുമ്പോൾ പറയാ എന്ന് പറഞ്ഞ് അതിലെ പോകുമ്പോൾ പറഞ്ഞില്ല, അതെന്താണെന്ന് നമുക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഓണിയലും അക്ബറും കൂടെ സംസാരിക്കുന്നുണ്ട്. ഓണിയലോട് അക്ബർ പറയുന്നുണ്ട്, അവൾ ഇങ്ങനെ പറഞ്ഞു, എന്നെ കരിവാരി തേക്കണം, ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ട് വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പം അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ സംസാരിക്കാൻ വിളിക്കുന്നത്, എനിക്കത് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. എന്നിട്ട് അനുമോൾ എണീച്ച് നേരെ നൂറയുടെ അടുത്തേക്കാണ് പോണത്. നൂറ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ നമ്പർ നിൻ്റെ അടുത്തില്ലെന്ന് പറയുമ്പോൾ ആരുടെ നമ്പറാണ് എഴുതി തന്നെ നൂറ പറയും, നിനക്കറിയാം എന്ന് പറയുമ്പോൾ നൂറ പറയുന്നുണ്ട്, നീ നിൻ്റെ ചേച്ചിയുടെ നമ്പർ തന്നെയാണ് എഴുതി തന്നത് എന്ന് പറയുമ്പോൾ കൂടുതൽ ഞാൻ അങ്ങനെ പറഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ പറയുന്നുണ്ട്, നിങ്ങൾ ഡ്രസ്സിങ് റൂമിൽ വെച്ച് നമ്പർ എഴുതി കൊടുക്കുക, എന്തോ ചെയ്തു, അത് അവൾ മടക്കി പോക്കറ്റിൽ ഇടണ പോലെ എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. അപ്പം തന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നുണ പറയണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നത്, നുണയോ, ഞാനൊന്നും നുണ പറയുന്നില്ല, നീ അത് കളഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആ കബോർഡിൽ ഉണ്ടാവും, പോയി നോക്കി തപ്പിയെടുത്തോ എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. ബ്ലൈൻഡ് ഫോൾഡ് പൊങ്ങിയതിന് ശേഷം അനുമോൾ ഓടിപ്പോയി അവിടെ ശിവാംഗി വന്ന് നിൽക്കുന്നുണ്ട്, അതൊന്നും അനുമോൾ ശ്രദ്ധിക്കുന്നില്ല. ഓടിപ്പോയി ടിഷ്യൂ പേപ്പർ എടുത്ത് നിവീനെ കാണിക്കണം. അപ്പം നിവീൻ പറയുന്നത്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അക്ബറിനെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്ന സമയത്താണ് നൂറ പോയിട്ട് അവരുടെ കബോർഡിൽ നിന്നിട്ട് ആ ഒരു പേപ്പർ പോലെ തന്നെ ഉണ്ടോ തോന്നിയത്, പേപ്പർ എടുത്ത് കയ്യിൽ ചുറ്റിപ്പിടിച്ചിട്ട് പുറത്തേക്ക് പോകുന്നതും കാണുന്നുണ്ട്. സോ ആ പേപ്പർ അവിടെ കാണിക്കായിരുന്നു നൂറക്ക്. ഫോൺ നമ്പർ എന്തായാലും ചേച്ചിയുടെ തന്നെയാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ അവിടെ ഫോൺ നമ്പറിനല്ല ഇഷ്യൂ ഉള്ളത്, അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞോ എന്നുള്ളതാണ് അവിടെ അറിയേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, എനിക്ക് ഇതല്ല, അവൾ പറഞ്ഞ കാര്യം അങ്ങനെ കരിവാരി തേക്കാൻ പറഞ്ഞോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഫോൺ നമ്പർ ചേച്ചിയുടെ തന്നെയാണ് കൊടുത്തത് എന്ന്, ചേച്ചിയുടെ തന്നെയാണ് തന്നത് എന്ന് ആദില പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തെറ്റിപ്പോയതാണ്, PR-ൻ്റെ അല്ല, ചേച്ചിയുടെ നമ്പർ തന്നിട്ട് ചേച്ചിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് പറഞ്ഞത് എന്ന് ഇവിടുന്ന് പോണ സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് എന്ന് അക്ബർ പറയുന്നുണ്ട്. സോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റ് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം അനുമോൾ പറഞ്ഞിട്ടുണ്ടാവുമോ? കാരണം അനുമോൾക്കൊരു ഇതാണ് വരണമെങ്കിൽ തെറ്റ് തിരുത്തേണ്ട ആവശ്യം അതിലൊക്കെ അവിടെ അല്ല. PR എന്ന് പറഞ്ഞത് പിന്നെ PR തന്നെ വെച്ചിട്ട് പോയാൽ മതി. പക്ഷെ അവിടെ തെറ്റ് തിരുത്തിയിട്ടുണ്ട്, PR അല്ല, എനിക്ക് തെറ്റ് പറ്റി, ചേച്ചിയുടെ നമ്പറാണ് തന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അത് അവർക്കേ അറിയുള്ളൂ. അപ്പോൾ അവരും സമ്മതിക്കില്ല, ഇവരും സമ്മതിക്കില്ല. അതിനുശേഷം പിന്നെ ശിവാംഗിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബിഗ് ബോസ് എല്ലാവരുടെയും വീട്ടിലേക്ക് വിളിച്ചിരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാന ദിവസങ്ങളും കലാശക്കൊട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത്താഴ വിരുന്ന് ഇതാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ബിഗ് ബോസ് അങ്ങനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം എല്ലാവരും പോയപ്പോൾ
നൂറ ചോദിക്കുന്നുണ്ട് അക്ബറിനോട്, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ആ വിഷയം പറയാനുണ്ട്, അതങ്ങനെ വിട്ടൂടെ, വെറുതെ വേണ്ടാത്ത ഇതിന് എന്തിനാ നിന്നത് എന്നൊക്കെ നൂറ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാനല്ല, അവളായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട് ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ എങ്ങനെ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു തന്നിരിക്കണം, അപ്പോൾ അതറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നൂറ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറിനോട് അക്ബർ പറയുന്നുണ്ട് നിങ്ങളത് പറയുന്നില്ലല്ലോ, പുറത്ത് പോയിട്ട് പറയാമെന്ന് നൂറ പറയുന്നുണ്ട്. എന്നിട്ട് അക്ബർ പറയുന്നുണ്ട് എന്ത് വന്നാലും എനിക്ക് കപ്പുമല്ല കോപ്പുമല്ല, എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരും കാര്യങ്ങളാണ്, എൻ്റെ വീട്ടുകാരുടെയും ആൾക്കാരെയും പുറത്തുനിന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ PR ടീമുകൾ എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിക്കേണ്ടത്. അതിനുശേഷം പിന്നെ വാഷ്റൂം ഏരിയയിൽ നിന്നിട്ട് ലക്ഷ്മി അനുമോളും കൂടെ സംസാരിക്കുന്നതാണ്. ലക്ഷ്മി പറയുന്നുണ്ട് എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഗെയിമാണ്, ഗെയിമിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ കാട്ടയങ്ങളാണ് ഇതൊക്കെ, ഒരാളുടെ കയ്യിൽ നിന്ന് തെറ്റുപറ്റി അതൊരു മറ്റാളുടെ തലയിലേക്ക് ഇടാൻ ശ്രമിക്കുകയാണ്, കപ്പ് കിട്ടില്ല ജയിക്കില്ല എന്ന് വരുമ്പോൾ തെറ്റുകളെല്ലാം മറ്റൊരാളുടെ മേലേക്ക് ഇടാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കപ്പ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അത് അവരുടെ കഴിവുകേടാണ് എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഫുഡ് എടുത്ത് പുറത്തേക്ക് എല്ലാവരും ഫുഡ് കഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഫുഡ് എടുത്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ലക്ഷ്മിയും അനുമോളും വരുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട് അനുമോൾക്ക് സ്ഥിരം ഫുഡിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കരയണമല്ലോ, അത് അവിടെ ഒരു ഇതാണ്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി, ഞാൻ വെയിറ്റ് ചെയ്യാം, സമാധാനത്തിൽ കഴിച്ചെണീച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ലക്ഷ്മിയോട് അനുമോൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പോവുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പോവും, ആരെയും പ്രതീക്ഷിച്ചിട്ടൊന്നും നിൽക്കരുത്, അവനവനിക്ക് വേണ്ടിയിട്ട് സ്വയം തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അനുമോൾക്ക് കുറേ മോട്ടിവേഷനുകളൊക്കെ കൊടുക്കുന്നുണ്ട് ലക്ഷ്മി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അനീഷിനോട് ജിസേൽ സംസാരിക്കുന്നതാണ്. ജിസേൽ പറയുന്നുണ്ട് എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവൾക്ക് നിങ്ങളെ കെട്ടിക്കൊടുത്തേനെ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളെ അത്ര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറയുന്നുണ്ട്. യാത്ര പറയുന്ന സമയത്ത് എപ്പിസോഡിലിട്ടില്ല, ലൈവിൽ നമ്മുടെ സരിക വന്നിട്ട് അനുമോളോട് യാത്ര പറയുമ്പോൾ പറയുന്നുണ്ട് പുറത്തു പോയാൽ എന്താണെന്ന് എനിക്കറിയില്ല, സോ ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല, നിനക്കല്ല ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയേണ്ടത്, നീ എനിക്കാണ് ഓൾ ദി ബെസ്റ്റ് പറയേണ്ടത് എന്നൊക്കെ പറയാം. അത്രത്തോളം ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പേടിച്ചിട്ടാണ്, ഇനി അനുഭവിക്കാൻ വയ്യ എന്ന് പേടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. സീസൺ 7 വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം പിന്നെ അകത്തേക്ക് പോയിട്ട് നിവിന് അനീഷിനോട് സംസാരിക്കുന്നതാണ്. വീട് ഉറങ്ങിയില്ലേ, ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഉറങ്ങും ഈ വീട്, അനീഷേട്ടന് ഭാവി ഉണ്ട് കേട്ടോ, തൊട്ടപ്പുറത്ത് തന്നെ തമിഴ് ബിഗ് ബോസ് നടക്കുന്നുണ്ട്, തമിഴ് അറിയാമെങ്കിൽ അങ്ങോട്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. സോ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്താ അഭിപ്രായം, ഇന്ന് ആരായിരിക്കും ഔട്ടാവുക, ഔട്ടാവണമെന്നാണ് നിങ്ങൾക്ക് താല്പര്യം എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്, ഹൈപ്പ് കൂടെ ചെയ്ത് വിടണേ. താങ്ക് യു ഫോർ വാച്ചിങ്.